ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പോൾ നമ്മുടെ 2025 ക്രിസ്മസ് എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ചോദ്യ പേപ്പറുകളാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആവശ്യമുള്ള അതുപോലെ നമ്മുടെ ഓണപരീക്ഷയുടെ ചോദ്യ പേപ്പർ ഇട്ടപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ബിഫോർ എക്സാം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ചെയ്ത് കാണുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്യുന്ന ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരൻ്റെ കഴിഞ്ഞ വർഷത്തെ ഹാഫ് ഇയർലി എക്സാം, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യ പേപ്പറുകൾ ചെയ്യുന്നത് വഴി നമുക്ക് ഈ വരാൻ പോകുന്ന നമ്മുടെ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വളരെ വേഗത്തിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി 6 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? ടീച്ചർ പറയുന്നത് ലിസൺ ചെയ്യുക. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് എ കറക്റ്റ് സെന്റൻസ് ആൻഡ് ക്രോസ് മാർക്ക് എഗെയിൻസ്റ്റ് എ റോങ് വൺസ്. ഇവിടെ ഒരു 5 സെന്റൻസ് തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ടീച്ചർ പറഞ്ഞു തരുന്നത് ലിസൺ ചെയ്യുക. ഇങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ വരാം കേട്ടോ. അപ്പോൾ ടീച്ചർ പറയുന്ന രീതിക്ക് ചെയ്യാനുള്ളത് ക്ലാസ്സിൽ എക്സാം സമയത്ത്. അപ്പോൾ ആ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ അതിനുശേഷം ഇത് റീഡ് ചെയ്തിട്ട് ഏതാണോ കറക്റ്റ് അതിന് ടിക്ക് മാർക്കും ഏതാണോ തെറ്റ് അതിന് ക്രോസ് മാർക്കും ചെയ്യുക. അടുത്തത് ആക്ടിവിറ്റി 2 എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പാരഗ്രാഫ് കാണുന്നില്ലേ? ഇത് വായിച്ചു നോക്കിയിട്ട് ഈ കാണുന്ന ചോദ്യങ്ങൾക്ക് ഈ 5 ചോദ്യത്തിനും ഉത്തരം എഴുതുന്നതാണ് കേട്ടോ. ഉത്തരം എഴുതണ്ട, ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ABCD കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി ഉത്തരം അതെന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇറ്റ് വാസ് എ സണ്ണി ഡേ. പ്രിൻസസ് ജൂലിയ വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ പ്രിൻസസ് ജൂലിയ, ആരാ പ്രിൻസസ് ജൂലിയ എന്നൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ പ്രോപ്പറായി കണ്ട കൂട്ടുകാർക്ക് അറിയാൻ പറ്റും. നമ്മുടെ പഠിച്ച പാഠത്തിലെ ഒരു കഥാപാത്രമാണ് അല്ലേ. അപ്പോൾ പ്രിൻസസ് ജൂലിയ വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. അപ്പോൾ കടലിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണ് പ്രിൻസസ് ജൂലിയ? ഒരു മത്സ്യകന്യകയാണ് അല്ലേ, രാജകുമാരി. ഹെർ ഡയമണ്ട് ക്രൗൺ വാസ് സ്പാർക്ലിംഗ് ഇൻ ദ സൺലൈറ്റ്. അപ്പോൾ ആ സൂര്യന്റെ വെളിച്ചത്തിൽ നമ്മുടെ പ്രിൻസസ് ജൂലിയുടെ, രാജകുമാരിയുടെ ഡയമണ്ട് കിരീടം തിളങ്ങുന്നുണ്ടായിരുന്നു. എ ഫിഷർമാൻ സോ ഹെർ ഫ്രം എ ഡിസ്റ്റൻസ്. അപ്പോൾ ദൂരത്തുനിന്ന് ഒരു മീൻപിടുത്തക്കാരൻ നമ്മുടെ ആരെ കണ്ടു? അതെ, ഈ ക്രൗൺ കണ്ടു. ഓക്കെ, ഈ ഒരു കിരീടം കണ്ടു. വൗ, എ ബ്യൂട്ടിഫുൾ ക്രൗൺ, ഐ വോണ്ട് ദാറ്റ് ക്രൗൺ ഹി തോട്ട്. അപ്പോൾ അയാൾക്ക് എന്താ ആഗ്രഹം തോന്നി? എനിക്ക് ആ ക്രൗൺ വേണം എന്ന് ചിന്തിച്ചു. ദ ഫിഷർമാൻ റോഡ് ഹിസ് ബോട്ട് ടുവേർഡ്സ് ദ പ്രിൻസസ് ജൂലിയ സോ ദ ബോട്ട് കം ടുവേർഡ്സ് ഹെർ. അപ്പോൾ എന്ത് സംഭവിച്ചു? പ്രിൻസസിന്റെ അടുത്തോട്ട്, ടുവേർഡ്സ് ദ പ്രിൻസസ്. അപ്പോൾ ഫിഷർമാൻ എന്ത് ചെയ്തു? ആ മീൻപിടുത്തക്കാരൻ വേഗം തന്നെ അയാളുടെ ബോട്ട് രാജകുമാരന്റെ അടുത്തോട്ട് തുഴയാൻ തുടങ്ങി. ജൂലിയ സോ ദ ബോട്ട് കമ്മിങ് ടുവേർഡ്സ് ഹെർ. അപ്പോൾ ഇതാര് കണ്ടു? നമ്മുടെ രാജകുമാരി കണ്ടു ആ ബോട്ട് അടുത്തോട്ട് വരുന്നതായിട്ട് അവൾക്ക് മനസ്സിലായി. ഷീ സ്റ്റാർട്ട് സ്വിമ്മിങ് ബാക്ക് ഹോം. അവൾ വേഗം തന്നെ തിരിച്ച് അവൾ വീട്ടിലോട്ട് പോകാൻ അവൾ നീന്താൻ തുടങ്ങി. ബട്ട് ദ ഫിഷർമാൻ ത്രൂ എ നെറ്റ് ഓവർ ഹെർ. പക്ഷെ അപ്പോഴേക്കും എന്ത് ചെയ്തു? മീൻപിടുത്തക്കാരൻ അവളുടെ മുകളിലോട്ട് എന്ത് ചെയ്തു? ഒരു വല വിരിച്ചു. ദ നെറ്റ് ഫെൽ ഓൺ ജൂലിയ ആൻഡ് ഷീ വാസ് ട്രാപ്ഡ്. ആ നെറ്റിൽ അവൾ ഒരു മത്സ്യമാണ് അല്ലേ, അവൾ കുടുങ്ങിപ്പോയി. Help me, she cried. A shark heard her cry and came to help Julia. അപ്പോൾ അവള് രക്ഷിക്കാൻ വേണ്ടി കരയുകയാണ് അല്ലെ. ഇത് ആര് കേട്ടു? അതെ, ഷാർക്ക് കേട്ടു. അവളുടെ കരച്ചിൽ, പ്രിൻസസ് ജൂലിയുടെ കരച്ചിൽ കേട്ടു. The shark opened its mouth and followed the boat. അപ്പോൾ വേഗം തന്നെ ഷാർക്ക് എന്ത് ചെയ്തു? വായും തുറന്നിട്ട് ആ ബോട്ടിന്റെ പിന്നാലെ പോവാണ് അല്ലേ. ദ ഫിഷർമാൻ ട്രംബിൾ വിത്ത് ഫിയർ. അങ്ങനെ ഇത് ഷാർക്ക് ഇങ്ങനെ പുറകിൽ വരുന്നത് കണ്ടാൽ നമ്മളിങ്ങനെ ധൈര്യത്തോടെ കൂളായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ, പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി ഫിഷർമാൻ. ഹി ലെറ്റ് ജൂലിയ ഗോ എവേ ആൻഡ് എസ്കേപ്ഡ് ഫ്രം ദർ. അപ്പോൾ അയാൾ വേഗം തന്നെ ജൂലിയ അവിടുന്ന് ആ നെറ്റിൽ നിന്ന് മോചിപ്പിച്ചു. അയാൾ അവിടുന്ന് വേഗം തന്നെ രക്ഷപ്പെട്ടു. ജൂലിയ ബിക്കം ഹാപ്പി. ഷീ താങ്ക്ഡ് ദ ഷാർക്ക്. അപ്പോൾ വളരെ സന്തോഷമായി ജൂലിയയ്ക്ക്. ജൂലിയ എന്ത് ചെയ്തു? ഷാർക്കിനോട് നന്ദി പറഞ്ഞു. ഇതാണ് നമ്മുടെ പാരഗ്രാഫിലുള്ളത്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിയായുള്ള ഉത്തരം എന്ത് ചെയ്യുക? എടുത്ത് എഴുതുക. മനസ്സിലായാലോ? ഇവിടെ ടിക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഉത്തരമായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പ്രിൻസസ് ജൂലിയ എന്താണ് ചെയ്യുന്നത്? A. Playing with her friends. B. Swimming in the sea. C. Sleeping on the bed. D. Dancing in the palace. എന്താ ചെയ്യുന്നത്? B. Swimming in the sea. അടുത്ത ചോദ്യം, The fisherman trapped Julia. ഫിഷർമാൻ എങ്ങനെയാണ് ജൂലിയെ ട്രാപ്പ് ചെയ്തത്? യൂസിങ് എ സ്റ്റിക്ക്, വടി ഉപയോഗിച്ച്. യൂസിങ് എ നൈഫ്, കത്തി ഉപയോഗിച്ചിട്ട്. യൂസിങ് എ നെറ്റ്, വല ഉപയോഗിച്ച്. യൂസിങ് എ ഹുക്ക് ഉപയോഗിച്ചിട്ട്. നെറ്റ് ഉപയോഗിച്ചിട്ട് അല്ലേ. ഹുക്ക് നമ്മൾ കൊടുത്തു, നെറ്റാണ്.
യൂസിങ് എ നെറ്റ് അല്ലേ ഇല്ലേ? അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ, യൂസിങ് എ നെറ്റ്. അടുത്തത് വൈ ഡിഡ് ദ ഫിഷർമാൻ ബിക്കം അഫ്രൈഡ്? എന്തുകൊണ്ടാണ് ഫിഷർമാന് ഒരുപാട് ഭയം തോന്നാൻ കാരണം എന്താ? എ ഷാർക്ക് ഫോളോഡ് ഹിസ് ബോട്ട്. ഒരു ഷാർക്ക് അയാളുടെ ബോട്ട് ഫോളോ ചെയ്ത് വന്നതുകൊണ്ട്. ഹി ലോസ്റ്റ് ദ നെറ്റ് നഷ്ടമായതുകൊണ്ട്. സി ജൂലിയ ക്രൈഡ് ഫോർ ഹെൽപ്പ്. ജൂലിയ ഹെൽപ്പ് എന്നുകൊണ്ട് കരയുന്നത് കൊണ്ട്. ഡി ഹി സോ ദി ഡയമണ്ട് ക്രൗൺ കണ്ടതുകൊണ്ട്. ഇത് എന്തുകൊണ്ടാണ് അയാൾക്ക് ഭയമായതെന്നാണ് ചോദ്യം. എന്താ ഉത്തരം? എ ഷാർക്ക് ഫോളോഡ് ഹിസ് ബോട്ട്. നാലാമത്തെ ചോദ്യം എ വേർഡ് ഇൻ ദിസ് സ്റ്റോറി മീൻസ് ഷൈനിങ്. ഫൈൻഡ് ദ വേർഡ്. ഷൈനിങ് എന്ന വേർഡിന് സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്നത്, ഷൈനിങ് തിളങ്ങുക എന്നുള്ള മീനിങ് വരുന്ന വാക്ക് ഏതാണ്? സ്വിമ്മിങ്, കമ്മിങ്, സ്പാർക്ലിംഗ്, ഹെൽപ്പിംഗ്. ഏതാ? സ്പാർക്ലിംഗ് അല്ലേ? അഞ്ചാമത്തെ ചോദ്യം ദ ഫിഷർമാൻ കോട്ട് ജൂലിയ ഫോർ ഗെറ്റിംഗ്. ജൂലിയയിൽ നിന്ന് എന്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിഷർമാൻ ജൂലിയെ പിടിക്കാൻ നോക്കിയത്? എ ഗിഫ്റ്റ്, ദി ഡയമണ്ട് ക്രൗൺ, എ റിങ്, ദി നെറ്റ്. എന്തിനായിരുന്നു? ദി ഡയമണ്ട് ക്രൗൺ. നെക്സ്റ്റ് അറ്റംപ്റ്റ് എനി 3 ഔട്ട് ഓഫ് ദ നെക്സ്റ്റ് 4 ആക്ടിവിറ്റി. ഇനി ഉള്ള 4 ആക്ടിവിറ്റിയിൽ നിന്നും ഏതെങ്കിലും 3 നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഉത്തരം കറക്റ്റായിട്ട് എഴുതാൻ അറിയില്ല, ഏതെങ്കിലും 3 ചെയ്യുക. നമ്മൾ എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആക്ടിവിറ്റി 3 കോൺവെർസേഷൻ ആണ്. റോക്കി സേവ്ഡ് ദ ക്രോ. റോക്കിനെ അറിയാലോ അല്ലേ? നമ്മൾ പഠിച്ചതാണ് റോക്കി. നമ്മുടെ എത്രാമത്തെ യൂണിറ്റ് ആണ്? നമ്മൾ 3rd യൂണിറ്റ് അല്ലേ? നമ്മൾ പഠിച്ചതാണ് റോക്കിന്റെ സ്റ്റോറിയൊക്കെ. റോക്കി സേവ്ഡ് ദ ക്രോ ആൻഡ് ഹെർ ബേബീസ് ഫ്രം ദ റിങ്. മഴയിൽ നിന്നും നമ്മുടെ മദർ ക്രോയിനെയും ബേബീസിനെയും രക്ഷപ്പെടുത്തിയത് ആരാണ്? റോക്കി. ദ നെക്സ്റ്റ് ഡേ റോക്കി വാസ് ലൈങ് അണ്ടർ ദ ട്രീ. അടുത്ത ദിവസം റോക്കി എന്ത് ചെയ്യാണ്? ഒരു മരത്തിന്റെ അടിയിൽ ഉറങ്ങുകയായിരുന്നു. ഹി വാസ് വെരി ഹംഗ്രി. അവൻ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഹി ഫെൽറ്റ് സാഡ്. ദ ക്രോ സോ ദിസ്. ഇതാര് കണ്ടു? അപ്പൊ അവൻ വിശന്നൊരു സങ്കടത്തോടെ ഇരിക്കുകയാണ് കേട്ടോ. ഇതാര് കണ്ടു? കാക്ക. അത് കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തി നമ്മുടെ മദർ ക്രോ കാണുകയാണ്. ഷീ കെയിം നിയർ റോക്കി വിത്ത് എ സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ ഹിം. അപ്പൊ അവള് നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് നമ്മുടെ റോക്കിന്റെ അടുത്തോട്ട് വരികയാണ്. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ റോക്കി ആൻഡ് ദ ക്രോ. അപ്പൊ നമ്മുടെ റോക്കിന്റെ ബന്ധം ഒരു നായക്കുട്ടിയുടെ പേരാണ് കേട്ടോ റോക്കി. റോക്കിയും ആ ക്രോയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എഴുതേണ്ടത്. ക്രോ എന്ത് പറഞ്ഞു? ഹലോ റോക്കി. അപ്പൊ റോക്കി എന്ത് പറഞ്ഞു? ഹലോ ക്രോ, വൈ ആർ യു ഹിയർ? എന്താണ് നീ ഇവിടെ? അപ്പൊ ക്രോ എന്ത് പറഞ്ഞു? ഐ സോ യു ലൈങ് അണ്ടർ ദ ട്രീ. ആർ യു ഫീലിംഗ് ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? റോക്കി യെസ് ഐ ആം വെരി ഹംഗ്രി. ഐ ഹാവ് നോട്ട് ഈറ്റൺ എനിത്തിങ്. അതെ, നല്ല വിശക്കുന്നുണ്ട്, ഞാൻ ഇതുവരെയും ഒന്നും കഴിച്ചില്ല എന്ന് പറയാണ്. അപ്പൊ ക്രോ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? യു സേവ്ഡ് മീ ആൻഡ് മൈ ബേബീസ് യെസ്റ്റർഡേ. ഐ ബ്രോട്ട് എ ഗിഫ്റ്റ് ഫോർ യു. നീ എന്നെയും എൻ്റെ ബേബീസിനെയും എൻ്റെ കുട്ടികളെയും ഇന്നലെ രക്ഷപ്പെടുത്തി. ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ റോക്കി എന്ത് പറഞ്ഞു? താങ്ക് യു സോ മച്ച്, യു ആർ വെരി കൈൻഡ്. എന്താ പറയണത്? നന്ദി പറയണല്ലേ. അപ്പൊ ക്രോ എന്ത് പറഞ്ഞു? പ്ലീസ് ടേക്ക് ദ ഫുഡ്. എന്ത് പറയാണ്? ഈ ഭക്ഷണം നീ എടുക്കും. അപ്പൊ എന്തായിരിക്കും ഗിഫ്റ്റായി കൊണ്ടുവന്നത്? ആഹാരമാണ് അല്ലേ? റോക്കി ദിസ് ഈസ് എ ലവ്ലി സർപ്രൈസ്, താങ്ക് യു ക്രോ എന്ന് പറഞ്ഞ് താങ്ക്സ് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക? കോൺവെർസേഷൻ എഴുതുക. ഒരുപാട് നിങ്ങൾക്ക് വലിയ സെന്റൻസ് എഴുതാൻ സാധിച്ചില്ലെങ്കിലും അറിയുന്ന സെന്റൻസുകൾ തെറ്റുകൂടാതെ എഴുതുക കേട്ടോ. അതായത് ഉണ്ടാക്കി എഴുതാൻ അറിയണം. കോൺവെർസേഷൻ ആണ്, സംഭാഷണമാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. റിഡിൽസ്, കടങ്കഥയാണ് കേട്ടോ. ഹിയർ ആർ സം റിഡിൽസ് അബൌട്ട് ദ ക്യാരക്ടേഴ്സ് ഫ്രം ദ സ്റ്റോറീസ് ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചില കഥാപാത്രങ്ങൾ ഉത്തരമായി വരുന്ന കടങ്കഥയാണിത്. ഒന്നാമത്തെ ചോദ്യം ഐ ആം റിയലി പ്രിറ്റി. ഐ വിയർ എ ഡയമണ്ട് ക്രൗൺ. ഐ ലിവ് ഇൻ ഗ്ലാസ് പാലസ് ഇൻ ദ സീ. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് ആരെയാണ്? പ്രിൻസസ് ജൂലിയ. രണ്ടാമത്തെ ചോദ്യം ഐ ലീവ് ഇൻ ദ സീ. ഐ ആം ദ ബിഗ്ഗസ്റ്റ് അനിമൽ ഇൻ ദ വേൾഡ്. ഐ സ്റ്റോപ്പ്ഡ് ദ മാൻ ഫ്രം പുട്ടിംഗ് വേസ്റ്റ് ഇൻ ദ സീ. ആരാണ്? ബ്ലൂ വെയിൽ അല്ലേ? അടുത്തത് ഹി ചേസ്ഡ് ദ ക്യാറ്റ്. ഹി ലൈക്സ് ബോൺസ്. ഹി ക്യാൻ ബാർക്ക്. ഹി സേവ്ഡ് ദി മദർ ക്രോ. മദർ ക്രോനെ രക്ഷപ്പെടുത്തിയത് ആരാണ്? നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ആരാ? റോക്കി. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ മദർ ക്രോ. റൈറ്റ് എ റിഡിൽ അബൌട്ട് ഹെർ. അപ്പൊ ഇതുപോലെ മദർ ക്രോന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മദർ ക്രോ ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ ഉണ്ടാക്കണം. I am black and shiny. I fly high in the sky. I care for my babies. Who am I? അപ്പൊ നിങ്ങൾക്ക് മദർ ക്രോ ആൻസറായി വരുന്ന ഒരു റിഡിൽ ഉണ്ടാക്കാനാണ് പറയുന്നത്. അടുത്തത് അഞ്ചാമത്തെ ആക്ടിവിറ്റി ആഡ് മോർ ലൈൻസ് ആണ്. ദ സ്റ്റാർഫിഷ്, ദ ഗോൾഡ് ഫിഷ് ആൻഡ് ദ ഡോൾഫിൻ വെന്റ് ടു ദ ഗ്ലാസ് പാലസ് ഫോർ ജൂലിയാസ് ബർത്ത്ഡേ പാർട്ടി. ദേ മെറ്റ് ജൂലിയ ആൻഡ് ഹാൻഡഡ് ഓവർ ദ ഗിഫ്റ്റ്സ്. ദ സ്റ്റാർഫിഷ് ബിഗൻ ടു സിംഗ് എ സോങ്. അപ്പൊ നമ്മുടെ ജൂലിയയുടെ ബർത്ത്ഡേ പാർട്ടിക്കായിട്ട് നമ്മുടെ സ്റ്റാർഫിഷും ഗോൾഡ് ഫിഷും ഡോൾഫിനും കൂടെ ഗ്ലാസ് പാലസിൽ പോയി. അവരുടെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ നമ്മുടെ സ്റ്റാർഫിഷ് ഒരു പാട്ട് പാടാൻ തുടങ്ങി കേട്ടോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓ പ്രിറ്റി പ്രിൻസസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഐ ദി സ്റ്റാർഫിഷ് ഹിയർ ഗിവിംഗ് യു എ നൈസ് ഗിഫ്റ്റ്. കംപ്ലീറ്റ് ദ സോങ് ബൈ ആഡിങ് മോർ ലൈൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ബാക്കി വരികൾ എഴുതി ചേർക്കുക.
Oh pretty princess, happy birthday to you. I the dolphin. അടുത്ത ആരാ വന്നിരിക്കുന്നത്? ഡോൾഫിൻ ആണ് അല്ലേ? I the dolphin here giving you a nice gift. അടുത്തത് Oh pretty princess, happy birthday to you. I the goldfish here. I the goldfish here giving a nice gift. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ വരി മാത്രമാണ് മാറ്റാനുള്ളത് അല്ലേ? അടുത്ത നമ്മുടെ ലാസ്റ്റത്തെ പ്രവർത്തനം ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്നതാണ്. എ ന്യൂ ഇയർ ഇസ് കമ്മിങ് ആഫ്റ്റർ ഡിസംബർ. പ്രിപ്പയർ എ ബ്യൂട്ടിഫുൾ ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് ടു സെൻഡ് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട്. കളർ ഇറ്റ് ബ്യൂട്ടിഫുള്ളി. ഭംഗിയായിട്ട് എന്ത് ചെയ്യുക? ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുക. എന്തിൻ്റെ ഗ്രീറ്റിംഗ് കാർഡ്? ന്യൂ ഇയർ വിഷ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെ വിഷ് ചെയ്തിട്ടുള്ള, നമ്മൾ ന്യൂ ഇയർ വരാൻ പോവുകയാണ്, നമ്മൾ ന്യൂ ഇയർ വിഷ് ചെയ്തിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഗ്രീറ്റിംഗ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പിക്ചറൊക്കെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ പിക്ചറൊക്കെ വരയ്ക്കാം. സ്കെച്ചസ് കളറൊക്കെ ഉപയോഗിച്ച് നല്ല മനോഹരമാക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 6 പ്രവർത്തനങ്ങളാണ്. അതിൽ 5 പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. നമ്മൾ ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെ നമ്മൾ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ക്ലാസ്സും മിസ് ചെയ്ത് കാണുക കേട്ടോ. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്